നാച്ചു ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫ്രൈ പാനിൻ്റെ ബാക്ക് സൈഡിലുള്ള അഴുക്കും കറയുമൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ്. നമുക്കതിന് വേണ്ടിയിട്ട് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ്. നമ്മൾ ഉപയോഗിച്ച് വേസ്റ്റായിട്ടുള്ള ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി, ഫ്രഷ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ആദ്യം നമ്മൾ ഫ്രൈ പാനിൻ്റെ മുകളിൽ അല്പം വെള്ളം തളിച്ചതിന് ശേഷം നമ്മൾ ഒരു 1-2 സ്പൂണ് ബേക്കിംഗ് സോഡ ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപയോഗിച്ച് വേസ്റ്റായിട്ടുള്ള ബേക്കിംഗ് സോഡ മതി, ഫ്രഷ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാനായിട്ട് പോകുന്നത് നാരങ്ങ. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. ആ നാരങ്ങ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോവാണ്. ഒത്തിരി അഴുക്കൊക്കെ പിടിച്ച ഫ്രൈ പാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ ഫുള്ളായിട്ട് ഉപയോഗിക്കുക. നാരങ്ങ നീര് ഇതിൻ്റെ മുകളിൽ തളിച്ച ശേഷം നമ്മൾ 1 മിനിറ്റ് ഒന്ന് അതുപോലെ തന്നെ വെക്കുക. ഒന്ന് കുതിരാനായിട്ട് അതുപോലെ തന്നെ ഒന്ന് വെക്കുക. ഇനി നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് നമ്മളെടുത്ത് പിഴിഞ്ഞൊഴിച്ച നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ സൈഡുകളിലെല്ലാം ഈ സോഡാപ്പൊടി, അതായത് നമ്മളിപ്പോൾ തളിച്ച് വെച്ചിരിക്കുന്ന സോഡാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഫ്രൈ പാനിൻ്റെ എല്ലാ സൈഡിലും ഈ സോഡാപ്പൊടി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ നമ്മളിതൊന്ന് കഴുകുക. ഇപ്പോൾ ഈ സൈഡുകളിൽ നമ്മൾ ഇതുപോലുള്ള സാധാരണ സ്ക്രബ്ബർ ഉപയോഗിക്കുക. നടുക്ക് ഭാഗത്ത്, ഫ്രൈ പാനിൻ്റെ നടുക്ക് ഭാഗത്ത് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ കഴുകുക. കാരണം നല്ല കട്ടിയായിട്ടുള്ള അഴുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ഈ സൈഡുകളിൽ മാത്രമേ ഇങ്ങനെയുള്ള സാധാരണയായിട്ടുള്ള നോർമലായിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിക്കുക. സൈഡുകളിലേക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഞാനിവിടെ നടുക്ക് ഭാഗത്ത് അഴുക്ക് കളയാനായിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കാരണം വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും, ആ സൈഡിലുള്ള അഴുക്കും ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ. ഇപ്പോൾ നമ്മൾ പരസ്യത്തിൽ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ ഒന്ന് തേച്ചു അടുത്ത ക്ലീനിങ്ങിന് ഒറ്റ ക്ലീനിങ്ങിന് നമുക്ക് പോകത്തൊന്നുമില്ല. എന്തായാലും ഒരു 10 മിനിറ്റ് എന്തായാലും സമയം എടുക്കും. നല്ലപോലെ അഴുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടൈം എടുക്കും. എന്തായാലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ എന്തായാലും നല്ലപോലെ ക്ലീൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇതുണ്ടല്ലേ, ഇപ്പം നമ്മൾ ആദ്യം കണ്ടതുപോലെയല്ല, നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്, ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മളിവിടെ ബേക്കിംഗ് സോഡയും നാരങ്ങയും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതായിട്ടുള്ള സമയത്ത് അല്പം ഡിഷ് വാഷ് നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം മറക്കരുത്, നമ്മൾ ബേക്കിംഗ് സോഡയും നാരങ്ങയും മിക്സ് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതുപോലെ തേച്ചുരയ്ക്കാനായിട്ട് പാടുള്ളൂ. ഇട്ട ഉടനെ തേച്ചുരയ്ക്കാനായിട്ട് പാടില്ല. അതൊന്ന് കുതിർന്ന് അഴുക്കൊന്ന് ഇളകാൻ പാകത്തിനായതിന് ശേഷം മാത്രമേ നമ്മളിതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് വരയ്ക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഫ്രൈ പാനിൻ്റെ ബാക്ക് സൈഡിലുള്ള അഴുക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് നിങ്ങൾ നൽകണം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ വാട്സപ്പിലും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി. താങ്ക് യു.